ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഹോം ടൂർ ആയാലോ. എൻ്റെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ. വീടിനോട് ചേർന്ന് കുറച്ച് കട റൂമുകളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ. ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം പീച്ചിയിലാണ് കേട്ടോ. പീച്ചിയിൽ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അത് അനിയത്തിയുടെ വീടാണ് കേട്ടോ പീച്ചിയിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് സ്ഥലം പറയാൻ വെച്ചാൽ കാണിക്കുന്നുണ്ടോ, പീച്ചി ഗേറ്റിൽ സെൻറ്ററാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 3-4 കട കഴിഞ്ഞിട്ടുള്ള വീടാണ് ഈ വീട്. അപ്പോൾ ഇവിടെ കുറച്ച് റൂമുകളൊക്കെ ഒരു റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിയും ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലും അവർ റെൻറ്റിന് കുറച്ച് റൂമുകളൊക്കെ ഉണ്ട്. അത് മുന്നേ ആൾക്കാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വീടൊക്കെ പുതുക്കി പണിത് ഒന്നും കൂടി ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്പോൾ അത് റെൻറ്റിന് കൊടുക്കാനായിട്ട് ഇപ്പിട്ടേക്കാണ്. അപ്പം നമുക്ക് കുഞ്ഞൊരു ഹോം ടൂർ ആയാലോ. അപ്പോൾ വായോ. ചെടികളും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നോക്കി ഇങ്ങോട്ട് കാശ്മീരി ചെല്ലി ഇത് കാശ്മീരി റെഡ് റോസാണ് കേട്ടോ. അപ്പോൾ വായോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് നീളൻ എന്താ പറയുക വരാന്തയാണ് കേട്ടോ. ഒന്ന് കാണിച്ചപ്പോൾ മിസ്സേ സ്റ്റാർട്ടിങ് തന്നെ നീളൻ വരാന്ത എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആദ്യം തന്നെ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരു കുഞ്ഞൊരു ഹോള്, പിന്നെ അതിനപ്പുറത്ത് റൂമുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇപ്പുറത്ത് അങ്ങോട്ട് ഇവിടെ ഇതൊരു റെന്റിന് കൊടുത്തേക്കാണ്. ഒരു തയ്യൽ കടയാണ് കേട്ടോ. ഒരു ചേച്ചി ഒരു തയ്യൽ കട നടത്തുന്നത്. പിന്നെ ഇവിടെ ഹരിത ലൈറ്റില്ലേ, ഹരിതയുടെ ഉൽപ്പന്നങ്ങളല്ലേ എന്താ പറയാ, ഹരിതയുടെ ഉൽപ്പന്നങ്ങൾ കണ്ടോ എല്ലാം. അതൊന്നും ഇങ്ങോട്ട് കാണിക്കും. ഹരിതയുടെ അലോവേര അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഹെയർ കണ്ടീഷണർ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ അതെ അരിഷ്ടം അങ്ങനെ കുറച്ച് ഐറ്റം, കുഴമ്പുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത് ഇവർ തന്നെ നടത്തുന്നതാണ് കേട്ടോ. അനിയത്തി തന്നെ നടത്തുന്നതാണ്. ഓക്കെ. പിന്നെ അപ്പുറത്തൊരു റൂമുണ്ട്. പിന്നെ മുകളിലൊക്കെ ഇതുപോലെ നമ്മൾ റെന്റിന് കൊടുക്കാനായിട്ട് റൂമുകൾ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പീച്ചിയിൽ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഞങ്ങളും ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഉണ്ട്. മക്കളും പിള്ളേരൊക്കെ എൻ്റെ ചുറ്റിപ്പുറത്തുണ്ട്. ഒന്നും ഇങ്ങോട്ട് ക്യാമറയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവര് കുറുവേലി ഹൗസാണ്. അപ്പോൾ കുഞ്ഞൂസ് അവിടെ ഭയങ്കര കളിയാണ്. അതിൻ്റെ ബഹളങ്ങളാണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞൂസിന്റെ വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. കുഞ്ഞൂസ് ഭയങ്കര കളിയിലാണ്. ദേ ഇവിടെ അമ്മ, ഞങ്ങള് ഒരു ഹായ് പറഞ്ഞമ്മ. ഞങ്ങള് ജസ്റ്റ് ഒന്ന് പെരുന്നാളായിട്ട് എല്ലാവരും വന്നതാണ്. കുഞ്ഞൂസിന്റെ കളികളിൽ ഏർപ്പെടട്ടെ. അപ്പൊ വായോ ആദ്യം. ഓക്കെ. അപ്പൊ നമുക്ക് മുകളിലെ റൂമുകളൊക്കെ ഒന്ന് പോയി കാണാം. അതൊരു അനിയത്തിയുടെ മോളുണ്ടാ കുഞ്ഞാറ്റാ. ഞങ്ങൾ പറഞ്ഞല്ലോ പെരുന്നാളൊക്കെ വന്നതാണ്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണും ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ നേരെ അതുപോലെ സെപ്പറേറ്റ് ഇവിടെയും അപ്പുറത്തും കൂടിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മുകളിലേക്ക് വന്നു കേട്ടാ. അപ്പൊ ഇതുപോലെ അടിയിലത്തെ പോലെ തന്നെ ഒരു നല്ല നീളൻ വരാന്തയുണ്ട് കണ്ടോ. നല്ല നീളൻ വരാന്ത, നല്ല വിശാലമായ എന്താ പറയാ കസേരയൊക്കെ ഇട്ടിരുന്ന് കാറ്റ് കൊണ്ട് അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോ ഇതാ ശരി. അപ്പൊ ഒരു മുറി. അപ്പൊ നമുക്ക് ആദ്യത്തെ മുറി ഒന്ന് കണ്ടാലാ മുകളിലത്തെ. അപ്പൊ ഒരു റൂമാണ് കേട്ടോ. ഒറ്റ റൂമായിട്ട് എടുക്കുന്നവർക്ക് അതും സൗകര്യമുണ്ട്. ഇനിയിപ്പോ മൊത്തത്തില് ഈ ഹോള് ഈ വരാന്തയിൽ മൊത്തം ഒരു 1 2 3 4
റൂമുണ്ട്. ആ 4 റൂം എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അപ്പോൾ അതേ അടുത്ത രണ്ടാമത്തെ റൂം എന്നാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ജോലി കഴിഞ്ഞിട്ട് വന്ന് കിടക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ റെന്റിനൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. രാത്രിയിൽ മാത്രം, അതായത് നേരം കൊണ്ട് ജോലിക്ക് പോകുക, അങ്ങനെയുള്ള ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിൽ മൊത്തത്തിൽ കൊടുക്കും. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് മൂന്നാമത്തെ മുറി. ഇവിടെ ലൈറ്റ്, ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇതവിടെ ഉണ്ട്. ഇല്ല. അപ്പൊ ഇവിടെ ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, അതങ്ങനെ ഇനിയിത് നാലാമത്തെ റൂം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. അപ്പൊ അതിനുള്ള സൗകര്യമാണെങ്കിൽ അതിനനുസരിച്ച് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് നോക്കാം. ഇതിന് ലൈറ്റ് ഓക്കെ. അപ്പോൾ ഈ ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ഒന്ന് പണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിന് ചിലതിന് ബാത്റൂമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നാലാമത്തെ റൂമും ഇതാണ് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഫ്രണ്ടിൽ ഫസ്റ്റ് എന്താ പറയുക മുകളിൽ 4 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ഈ വരാന്തയിൽ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു എത്ര ബെഡ്റൂം ഉണ്ട് കുഞ്ഞാറ്റാ? 3 എണ്ണമാണോ? അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ കാണിച്ചു, ആ ഫ്രണ്ട് ഭാഗത്ത്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മുകൾ നിലയിൽ 4 ബെഡ്റൂമും പിന്നെ ഇതിൻ്റെ ബാക്കിൽ 3 ബെഡ്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഹരിതയുടെ ഉൽപ്പന്നം നിർമ്മിക്കുന്ന കട ഇവർ തന്നെ നടത്തുന്നുണ്ട്. പിന്നെ ഒരു തയ്യൽ കടയും, അത് ഒരു ചേച്ചിക്ക് റെന്റിന് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അതങ്ങനെ. അപ്പോൾ വായോ, നമുക്ക് ഇനി അപ്പുറത്തെ റൂമുകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തെ റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞു, മുകളിലത്തെ നിലയിലത്തെ റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ, മുകൾ നിലയിലല്ല ബാക്ക് സൈഡിലുണ്ട് കേട്ടോ റൂമുകൾ. 3 ബെഡ്റൂം റൂമുകളുണ്ട്. അപ്പോൾ വായി നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ അപ്പുറത്തും ഒന്ന് കാണിച്ചേ, കണ്ടോ? ഇതാ ഇവിടെ കോണി, ആ സൈഡൊന്ന് കാണിച്ചോ, അവിടെ കോണി. പിന്നെ ഇപ്പുറത്തോട്ട് അത് ഫ്രണ്ട് സൈഡിൽ മുകൾ നിലയിലേക്ക്, ഇത് ബാക്ക് സൈഡിൽ മുകൾ നിലയിലേക്ക്. അപ്പം അങ്ങോട്ട് കയറാം നമുക്ക്. വാ കയറിക്കോ കുഞ്ഞു. അതെ, കുഞ്ഞു ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാ മതിയിടാം. അപ്പം ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ബാക്ക് പോകാം. ഇവിടുന്ന് ഒരു വിശാലമായ കുഞ്ഞൊരു ഹോളാണ്. അതെ, ഇവിടെ ആദ്യം പണ്ട് ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവർക്ക് ട്യൂഷൻ സെന്ററിന് ഒരു റെന്റിന് കൊടുത്തിട്ടുണ്ടാവുന്നു. ഇവിടെ ആയിരുന്നു ആദ്യമൊക്കെ കേട്ടോ. ഇപ്പൊ ഒരു വീണ്ടും ഒന്ന് ചെറുതായിട്ടൊക്കെ ടൈൽസ് ഒക്കെ ഇട്ടു. ഇതൊക്കെ ഒന്ന് ലൈറ്റിട്ടൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതാ റൂമായിട്ട് എടുക്കണമെങ്കിൽ റൂം മാത്രമായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഗോഡൗൺ ഒക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ ഈ റൂമുകളൊക്കെ മൊത്തം ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ ഇത്തിരി വലിപ്പമുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഫാമിലിക്ക് ഉപയോഗിക്കാം. അപ്പുറത്തെ റൂമും ഇതും ഒക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കല്ലേ കേട്ടോ. ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അപ്പുറത്തൊരു റൂമുണ്ട് പുറത്ത്. അതിന് മുന്നേ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ലൈറ്റ് ഉണ്ടോ കുഞ്ഞാലിന്? അപ്പൊ ഇതിന്റെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെയാണോ? അപ്പൊ ഇത് കോമൺ ബാത്റൂം ഇവിടെ ആയിരുന്നു. നീ ഇതിന്റെ കയറണേ. അപ്പൊ ഇവിടുത്തെ മൊത്തം ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ. അപ്പൊ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അടുത്ത ബാത്റൂം, സോറി, ഇത് അപ്പൊ അടുത്ത റൂമാണ് കേട്ടോ. ഇത് സാധാരണ ഒരു റൂമാണ്.
അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ 3 റൂം കൂടി കണ്ടു കേട്ടോ. അപ്പൊ ബാക്കില് എന്താ പറയാ, മുകളിലെ ബാക്ക് സൈഡില് 3 റൂമുകളും ഫ്രണ്ട് സൈഡില് 4 റൂമുകളും കണ്ടു. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഇതൊക്കെയാണ് ഒരു കുഞ്ഞൊരു ഹോം ടൂർ പോലെ ഞാൻ കാണിച്ചു തരണ്ട. ഇതിന്റെ ഉള്ളില് അടിയില് ആണ് അവർ താമസിക്കുന്നത്. അതും ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണിക്കാം. അപ്പൊ വായോ, ഇവിടെയാണ് കേട്ടോ മോണി. സൈഡ് അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ അപ്പുറത്തെ സൈഡ് ഫ്രണ്ട് ഭാഗത്തിന്റെ മുകളിൽ 3 റൂമുള്ളത്, അവിടെ ഇത് 4 റൂമുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെ ബാക്കിലേക്ക് പോണം. ഇത് എവിടെ തത്തമ്മയ്ക്ക് ഉണ്ട് കേട്ടാ. ഞാൻ വരാം. ഇവിടെ എവിടെ നോക്കും, ഞാൻ ഇങ്ങോട്ട് വരാം. ഓക്കെ, ഹായ് തത്തമ്മേ. പൂച്ച പൂച്ച തത്തമ്മ എന്നെ കണ്ട് പേടിച്ചു തോന്നുന്നുണ്ട്. ഇത് 10-25 വർഷമായിട്ടുള്ള തത്തമ്മയാണ് കേട്ടാ. ആളിപ്പോ ഹായ് നീ പൊടി എന്നൊക്കെ ഇത്തിരിയൊക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കൂട്ടാ. ഹായ് തത്തമ്മേ. അപ്പൊ ആളൊന്ന് ഇത്തിരി പേടിച്ചിരിക്കുകയാണ്. 10-25 വർഷമായിട്ട് തത്തമ്മ. അപ്പൊ അങ്ങനെ ഇപ്പൊ വായ. ഇതാണ് ഇവരെ ബാക്ക് സൈഡ് കേട്ടാ. അപ്പൊ ഇവിടെ ഒരു കിണറ്, അവിടെ ഒരു വിറക് പര കേട്ടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കാണിക്കും. അയ്യോ, പിന്നെ കുറച്ച് താറാക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. താറാക്കള് ഒന്നും കാണിക്കില്ല. താറാവ് ഒരു 5-8 താറാവുണ്ട്. അവർക്കുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് മാറ്റി വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ റംബൂട്ടാൻ ബാക്കില്, ഇവിടെ റംബൂട്ടാൻ്റെ മരമാണ് കേട്ടോ. നന്നായി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൂത്ത് വരുന്നുണ്ട്. സമയമാകുമ്പോൾ നന്നായി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ വീട് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കട റൂമുകൾ അടിഭാഗം ദേ അവിടെ അമ്മയും പൊന്നൂസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കസേരമ കണ്ടോ. അപ്പോൾ ദേ നമ്മളതേ നേരെ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവരെ അതെ കുഞ്ഞാറ്റ ചാമ്പയ്ക്ക് നിങ്ങൾ പറഞ്ഞ ചാമ്പയ്ക്ക് കുഞ്ഞാറ്റ അപ്പളേക്ക് അപ്പുറത്തുനിന്ന് പോയി പൊട്ടിച്ചു. കട്ട് പൊടിച്ചല്ലേ ഇത്? അവരൊക്കെ കണ്ടു. അപ്പൊ ഇത് കട. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി ഇവിടെ കഴിക്കാറുണ്ട് കേട്ടോ. ഇവിടെ വായം ഇവിടെ കുഞ്ഞൊരു ഹോളുണ്ട്, സെറ്റൊക്കെ ആയിട്ട്. കമാ ഇതാ ഇവിടുത്തെ അമ്മ. ഞങ്ങൾ പെരുന്നാളായിട്ട് വന്നേക്കാണ് കേട്ടോ. അതെൻ്റെ അമ്മയാണ്. അവള് കട്ടുപിടിച്ചതാ ചാമ്പയ്ക്ക. ഇത് അടക്കള, ഒരു ചെറിയ അടക്കള. ഇത് ചെറിയ അടക്കള. ഇത് മമ്മി സൗമ്യ, മാർട്ടിന്റെ മമ്മിയാണ് കേട്ടാ. അതിന്റെ അനിയത്തി സൗമ്യ, ഹസ്ബൻഡ് മാർട്ടി, മാർട്ടിന്റെ മമ്മി. ഓക്കെ. അപ്പൊ കുഞ്ഞൊരു അടക്കള. അപ്പൊ വയ ഇവിടെ ലൈറ്റ് എവിടെയാ മാർട്ടിന്? അപ്പൊ ഇത് ഡൈനിങ് ഏരിയ കേട്ടാ. ഇവിടെ എല്ലാം ഉണ്ടോ? നീ ഇതിന്റെ ഇടയിൽ ഇതിന്റെ ഉള്ളിൽ റൂമൊക്കെ ഉണ്ട് കേട്ടാ. എന്താ ചെറിയ റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ. കുഞ്ഞു കുഞ്ഞു പണ്ടത്തെ സംഭവമാണല്ലോ. അപ്പൊ കുഞ്ഞു കുഞ്ഞു റൂമുകളൊക്കെ ഇതവിടെ റൂമ്. ഓക്കെ. എന്താണ് അനിയത്തി സൗമ്യയുടെ ബെഡ്റൂമ്. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ഉണ്ട് റൂമ്. ഇവിടെ ലൈറ്റ്. ഇതൊരു കുഞ്ഞു റൂമ്. കുഞ്ഞാറ്റ് ഇവിടുത്തെ ലൈറ്റ് ഇട്ടായിരുന്നു. അറിയില്ല, ഞാൻ ലൈറ്റ് കാപ്പി പിടിച്ച് വരുമ്പോൾ നേരം പറ്റും. അപ്പൊ ഇനി അടുത്ത റൂമ് ഇതാ ഇത്. ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ അലമ്പായിട്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഡ്രസ്സിൽ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഞാനും അമ്മയും ഷാജാൻ്റെ അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. ഷാജാറിനില്ല കേട്ടോ. ഷാജാണ് നല്ല ബിസിയാണ്, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല പെരുന്നാൾക്ക്. അപ്പം ഞാൻ പിന്നെ പെരുന്നാൾക്ക് വന്നാണല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീട് ഒക്കെ കാണിച്ചതാണ്. അപ്പോൾ ഇത് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് വീടിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇതൊരു കുഞ്ഞൊരു വലിയ വീഡിയോയാണ്. അപ്പം എല്ലാവർക്കും ബായ്. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റം ഇങ്ങോട്ട് പോണേ ഞാൻ നോക്കണം. അപ്പോൾ ഇവർ അവിടെ
ചാമ്പയ്ക്ക പൊട്ടിക്കാൻ നോക്കണം കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ ചാമ്പയ്ക്കാണ്. അപ്പം അത് ഈശ്വര മരം കയറി കുഞ്ഞാറ്റ. മരം കയറി കുഞ്ഞാറ്റ അവിടെ എന്തിട്ട് സംഭവം? നിലാണോ അത്? അതെ, മണ്ണാണല്ലേ. അപ്പം ഇറങ്ങിക്കോ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് മതിലൊക്കെ കയറാം. അപ്പോൾ അവർ അപ്പുറത്തേക്ക് കിടക്കണം. അപ്പുറത്തെ വീട്ടിലേക്ക് അവിടെ ചാമ്പയ്ക്ക ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരെ കാണാനില്ലല്ലോ, ഒന്ന് നോക്കട്ടെ കേട്ടാ. അപ്പോൾ ചാമ്പയ്ക്കനൊന്ന് അതേ കണ്ടു. ആടാ കൊഴിക്കാണ്ട് പതക്കെ പൊട്ടിക്കുക കേട്ടാ. ഇതാ കണ്ട, ഇതാ പിള്ളേർ പൊട്ടിക്കുന്നുട്ടോ. അങ്ങനെ കൊഴിക്കാണ്ട് പതക്കെ പൊട്ടിച്ചോളോ. അത് കവറിൽ തന്നെ ഇടണേന്ന് നോക്ക്. അപ്പം ഇവർ നോക്കിയിട്ട് പൊട്ടിക്കുക. അത് ഞാൻ എന്തിട്ട് പറഞ്ഞു നിങ്ങളോട്? പതക്കെ പൊട്ടിക്കാൻ പറഞ്ഞ നല്ലതൊക്കെ നിലത്ത് വീണില്ലേ? ഞാൻ ഒന്ന് പറക്കട്ടെ കേട്ടോ. അത് ചോളോട്ടാ. അത് പതക്കെ ഒന്ന് ക്ഷമയോട് കൂടി പതക്കെ പൊട്ടിക്കുക. അല്ലെങ്കിൽ നിലത്തേക്ക് വീണിട്ടേ അത് കുത്തിയിട്ട് മണ്ണായിട്ട് ചളിയാവാ. അപ്പോൾ ആർത്തി പിടിക്കാതെ പതക്കെ പൊട്ടിക്കുക. പതക്കെ അത് ശരി. അപ്പം അവൾക്ക് മടിയായി. അപ്പം ഇപ്പോൾ രണ്ടെണ്ണം തിന്നപ്പോളേ ആൾക്കൊരു ഇത്. അപ്പം അതൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് പൊട്ടിക്ക്. അത് ഇവരല്ലേ 5 മിനിറ്റ് കൊണ്ട് തിന്ന് കഴിക്കും. പതക്കെ പൊട്ടിക്ക്. അത് നിലത്ത് വീണ കാര്യമില്ലടി, അതാ പറഞ്ഞ. അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നതാണ് കേട്ടാ. അപ്പോൾ അവളോട് നേരത്തെ അവളെ പൊട്ടിക്കാൻ വന്നപ്പോൾ കണ്ട പറഞ്ഞതാ, സഞ്ചി കൊണ്ട് വന്നോ പൊട്ടിച്ചോന്നു. അപ്പോൾ ഇതാ കുറച്ചൊക്കെ നിലത്ത് വീഴാണ്ട് പതക്കെ പൊട്ടിക്ക്. ഓക്കെ, പൊട്ടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിന്നാൻ. അങ്ങനെ ചാമ്പയ്ക്ക് പൊട്ടിക്കലും കഴിഞ്ഞു. അത് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് കഴിക്കലും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി കേട്ടോ, സൗമ്യ. അപ്പോൾ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും പെരുന്നാൾക്ക് വന്നായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന റൂമുകളൊക്കെ കണ്ടല്ലോ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഗതാഗത സൗകര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ കിണർ വെള്ളം, പൈപ്പ് വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.